ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് നേരത്തെ പങ്കുവച്ച മോഷണ വാർത്തയിൽ 4 പ്രതികളും പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം മണക്കാട്ടെ വീട്ടിൽ നടത്തിയ മോഷണത്തിലാണ് 2 സ്ത്രീകളും 2 പുരുഷന്മാരും പിടിയിലായത്. പട്ടാപ്പകൽ വീട് കയറി വയോധികയെ ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ കവർന്നത്. ടി.എസ്. വിവരങ്ങളുമായിട്ട്. ഹരി, എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഇവർ സമീപവാസികളാണോ? എന്താണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ? മോഷണം നടന്നതിന് പിന്നാലെ തന്നെ കുഴിത്തറയിലാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. കുഴിത്തറയിൽ നിന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. അതായത് ഇന്നലെ ഈ മോഷണത്തിന് ശേഷം പ്രതികൾ പോയത് കുഴിത്തറയിലേക്കാണ്. ഈ വയോധിക 64 വയസ്സാണ് അവരുടെ പ്രായം. ഈ വീട്ടിൽ കയറി മോഷണം നടത്തിയതിനു ശേഷം പ്രതികൾ 10 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് മുങ്ങിയത്. ജീവനക്കാരെന്ന വ്യാജേനയാണ് പ്രതികൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്, അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് ഈ അമ്മയെ ആക്രമിച്ചതിന് ശേഷം സ്വർണം കവർന്നു അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. 4 പ്രതികളുണ്ട്. ഈ 4 പ്രതികളെയും ഫോർട്ട് പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. അതായത് 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ്. ആ സ്ത്രീയും പുരുഷനും ഒക്കെ ഈ സംഘത്തിൽപ്പെട്ടാണോ? അതെ, അതായത് ഈ മുക്കോലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികൾ ഈ മോഷണം നടത്തിയതിന് ശേഷം അതുവഴിയാണ് നടന്നു പോയത്. ആ സമയത്ത് CCTV ദൃശ്യങ്ങളിൽ പ്രതികൾ പതിഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഈ CCTV ദൃശ്യങ്ങൾ ആ വീട്ടിലെത്തി ചന്ദ്ര എന്ന അമ്മയെ കാണിച്ചു. അവർ ആളുകളെ തിരിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷം കുഴിത്തുറയിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ഇവരെ എവിടുത്തേരാന്ന് അറിഞ്ഞിട്ടുണ്ടോ ഹരി? ഈ 2 സ്ത്രീകൾ വലിയമല സ്വദേശികളാണ് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. മറ്റ് 2 പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി പോലീസിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. 4:45 തിരുവനന്തപുരം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ശരി, CCTVയിൽ ഒരു സ്ത്രീയും 2 പുരുഷന്മാർ, പിന്നാലെ ഒരാൾ നടന്നുകൊണ്ടോ? അദ്ദേഹം ഈ സംഘത്തിൽപ്പെട്ടാണോ? അതോ അതിൽ ആരൊക്കെയാണെന്നൊന്ന് ഉറപ്പുവരുത്തിയാൽ ഹരി. CCTV ദൃശ്യങ്ങൾ കണ്ട് അതായത് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഈ വീട്ടിലെത്തിയ അമ്മയെ ഈ CCTV ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ അവർ തന്നെ ഇത് കണ്ട് ബോധ്യപ്പെട്ടു. അതായത് അവിടെ വന്നത് ആരൊക്കെയെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാരണം ഈ 4 പ്രതികളിൽ 2 പേർ ആദ്യം വന്ന് ഡോറിൽ മുട്ടുകയും ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട്, അതായത് നഗരസഭയിലെ ജീവനക്കാരാണ്, വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അത് തനിക്ക് അറിയില്ല, വീട്ടിലെ ഓണറുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു ഫോൺ എടുക്കാൻ പോയ സമയത്താണ് മറ്റ് 2 പേർ കൂടി വന്ന് ഈ ആക്രമണം നടത്തുകയും മോഷണം നടത്തുകയൊക്കെ ചെയ്തത്. ആ മറ്റ് 2 പേരെ 2 ദിവസം മുമ്പ് തന്നെ ആ പരിസരത്ത് ഈ അമ്മ കണ്ടതായി ഓർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ ഈ അക്രമത്തിന് ശേഷം അവർ പോയി പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ നൽകിയ ശേഷം പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ഒരു സ്ത്രീ പെട്ടിട്ടില്ല അല്ലെ? ഈ CCTVയിൽ ഒരു സ്ത്രീയുടെ മാത്രമേ ഉള്ളൂ. അതെ CCTV ദൃശ്യങ്ങളിൽ അവർ തിരിച്ചറിഞ്ഞ 2 പേരെയാണ് കണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും നടന്നു പോകുന്നു. പിന്നെ അതിന്ന് 2 പേർ പിന്നാലെ ഓടി വരുന്നതും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ആ സ്ത്രീയും പുരുഷനും നടന്നു പോകുന്നു. അപ്പോൾ അവരെയാണ് ഈ അമ്മ തിരിച്ചറിഞ്ഞത്. അത് പോലീസിന് വളരെ സഹായകരമായി. ഇത് ആരാണ് എങ്ങനെയെന്നുള്ള അന്വേഷണമായിരുന്നു പിന്നീട്. ശരി, എന്തായാലും വേഗത്തിൽ തന്നെ നമ്മൾ നേരത്തെ ആ വീട്ടമ്മയുടെ മകൻ്റെ പ്രതികരണമൊക്കെ കണ്ടായിരുന്നു. അല്ലാതെ ഭയത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ വേഗത്തിൽ പ്രതികളെ പിടികൂടിയത് നഗരവാസികളെ സംബന്ധിച്ചും ആശ്വാസത്തിന്റെ ഒരു കാര്യം കൂടിയാണ്. T.S. വിവരങ്ങൾ നൽകിയത്.